നേരത്തെ കാലത്ത് ഷർട്ടും മുണ്ടൊക്കെ നനച്ചിടണം. അല്ലെ ഇങ്ങനെ ഇരിക്കും. ഒന്നാമത് അച്ഛന് സൈക്കോപാലു എന്നുള്ളൊരു പേരുള്ളതാണ്. പിന്നെ നാട്ടുകാരുടെ മാനസിക രോഗം എന്ന് പറയാ. എന്റെ അളി ഇത് അഴിച്ചു വയ്ക്കാതെ ഞാൻ അഴിച്ചു വയ്ക്കൂല. ഞാൻ അഴിച്ചു വയ്ക്കൂല. ഞാൻ ഇനി ഇങ്ങനെ തന്നെ. മറ്റേ ഷർട്ടാകുമ്പോ തേക്കണം, നനയ്ക്കണം, ഉണക്കണം, മുണ്ട് തേക്കണം, ഉടുക്കണം. ഇത് വേണ്ട, നല്ല സുഖമുണ്ട്, നല്ല കാറ്റുണ്ട്. പ്രശ്നം അച്ഛനൊരു കുഴപ്പമുണ്ടാവില്ല, പക്ഷെ ബാക്കിയുള്ളവർക്ക് നാണക്കേടുണ്ട്. ഞാനേ വളർന്നു വരുന്നൊരു പെങ്കൊച്ച, എനിക്കുണ്ട് മാനത്തിന് വില. മാനത്ത് കണ്ണി രണ്ടുപേരും നിർത്തിയ കുട്ടികളി നിർത്തിയ കേറി പോകത്തോട്ട്. ബാലേ കേറി പോകാനകത്തോട്ട്. നമുക്ക് കുട്ടികളി നമുക്ക് കുട്ടികളി കളിച്ച് മതിയായില്ല. ഈ മാനംകെട്ട പരിപാടിയാണോ ഞാൻ ഇല്ല കേട്ടോ. ദൈവമേ, ഇത് കണ്ടോട്ട് ആരെങ്കിലും കുഴിപ്പടത്തുനിന്ന് വന്നിട്ടില്ല. ഞാൻ പിന്നെ ചത്താ മതി. നീ ഒരു കാര്യം, നീ കൂടെ നയിച്ചിട്ടുണ്ടോ? നമുക്ക് കളിക്കാം. ഞാൻ നയിച്ചിട്ടുണ്ട്, വരട്ടെ. എന്നെ കളിപ്പിക്കോ? ഇപ്പൊ തന്നെ അവരാ നയിച്ചിട്ടുണ്ട്. ചേച്ചി ഇതെവിടെ പോണ്? നയിച്ചിട്ടുണ്ട് ഇപ്പൊ തന്നെ. അച്ഛാ, അമ്മ നയിച്ചിട്ടുണ്ട് വരും എന്ന് പറഞ്ഞാൽ വരും കേട്ടോ. ലാസ്റ്റ് ഇവിടെ നിങ്ങളുടെ കൂടെ കിടന്ന് കളിക്കുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. അറിയാലോ, എല്ലാവർക്കും ഒരു പാടായിരിക്കും. നേരത്തെ കാലത്തും ആണുങ്ങൾ ഷർട്ടും മുട്ടും നനച്ചിടണം, തേച്ചടിക്ക് വെക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. അച്ഛാ, അമ്മയുടെ സ്വഭാവം മോശം, വെറും കെട്ടയാണ് കേട്ടുള്ള കാര്യം ഞാൻ പറയാം. പോടെ ശ്രീ ഒന്ന് അകത്ത് കേറ്. ശ്രീ അഴിച്ചിടത്. ഏതഴിച്ചിടാ? അഴിക്കൂലെന്ന് പറഞ്ഞല്ല, പിന്നെന്ത്? കളിക്കല്ലേ? അച്ഛനമ്മയുടെ വാശി പറ്റി അറിയാലോ. ഒന്നകത്ത് കറച്ച പ്ലീസ്. അളിയാ വാ അളിയാ, നീ കളിച്ച മതിയല്ലേ, വാ കളിക്കാം. അതാരാ കുഴിപ്പഴത്ത് ജനാർദ്ദനാണല്ലേ പറഞ്ഞ? എവിടെ എന്തോന്ന് ശ്രീ? നിനക്ക് വേണമെങ്കിൽ പോയി നൈറ്റ് ഇട്ടുണ്ടോ? ഇത് നമ്മള് തേനീച്ച കൂട് കത്തിക്കാൻ ഉണ്ടാക്കിയ പന്തല്ലേ? എവിടെ പോണ്? ഞാൻ കത്തിക്കും, ഉറപ്പായിട്ട് കത്തിക്കും. ഓടിട്ട് വാ, അത്തേക്ക് കയറി വാട്ടാൻ അയച്ചിട്ടുണ്ട്. രണ്ടെണ്ണത്തിനെ കത്തിക്കും ഞാൻ. ആണാ ആണേ അണയ്ക്കാൻ. അളിയാ, വയറ് കുറച്ച് കുറയ്ക്കണം കേട്ടാ. ഇതുവരെ സീനൊക്കെ വീട്ടിൽ വരണത്. പിന്നെ അളിയാ, ഇല്ല നമ്മള് ഓവറായി പോയി. നാട്ടുകാർ ചിലര് പറഞ്ഞു നമ്മൾ ഓവറാണ്. അമ്മർക്ക് പറഞ്ഞോണ്ടിരിക്കുക, നമ്മളവിടെ നമുക്കെല്ലാം അറിയാം. അങ്ങോട്ട് കയറി ചെല്ലണ്ടല്ലേ? വേണ്ട, ഈ പണി കിട്ടും. എന്നാലും ചേച്ചി പന്തം കൊളുത്തിക്കൊണ്ട് വന്നല്ല. എന്താ മുടി ഇത്ര നീളമുണ്ട്. ഇതാണ് പറഞ്ഞ ഓവറാണ്. കേശു പറഞ്ഞേട്ടാ, കൃഷ്ണമണി കൂടെ കണ്ട്. ഇതാണ് ഓവറെന്ന് പറഞ്ഞ മക്കളെ. പാത്രം, സാധനങ്ങള്, കുറച്ച് അരി, അതും ഇതൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് തരികയാണ്. എങ്ങനെയെങ്കിലും ഇവിടെ അടുപ്പ് കൂട്ടി 2-3 ദിവസത്തിന് ഇവിടെ താമസിക്കുക, വീട്ടിലോട്ട് വരണ്ട. അമ്മ 5-6 പന്ത് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വന്ന് ആ നൈറ്റിയോടെ കത്തിക്കും. ശ്രീകുട്ടാ, നാട്ടുകാര് പറഞ്ഞ വെറുതെ അല്ല, അവൾ ഇച്ചിരി ഓവറാണ്. തന്നെ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.